നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വളരെ ഗൗരവതരമായ കാര്യങ്ങൾ നമ്മളാരും സർക്കാർ ആശുപത്രികളെ മോശമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു സിസ്റ്റമില്ല. ഉള്ള സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിലിയറാണ്. അത് സിസ്റ്റം ഫെയിലിയറാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫെയിലിയറായ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഈ സിസ്റ്റം ഫെയിലിയറാണെന്ന് ആരെങ്കിലും പറയുന്നവരെ കണ്ടെത്തിയിട്ട് അത് മാധ്യമപ്രവർത്തകരായാലും അത് ഡോക്ടർമാരായാലും അത് പൊതുപ്രവർത്തകരായാലും അവരെ വിചാരണ ചെയ്തുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവുമ്പോൾ അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ആരോഗ്യ മേഖല അനാസ്ഥയുടെ പിടിയിലാണെന്നതിന് സംശയമില്ല. പിടിപ്പുകൾ ഇതിന്റെ പര്യായമായി മാറിയിരിക്കുകയാണിത്. അതിന്റെ സംഭവങ്ങൾ ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. 100 സംഭവങ്ങൾ ഒന്നിച്ചു വന്നാൽ അതെല്ലാം ഓരോന്നോരോന്ന് ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ കാര്യമായിട്ടുള്ള അസുഖം ബാധിച്ചിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന് തന്നെയാണ്, അതിന്റെ ഉത്തരവാദപ്പെട്ട മേലധികാരികൾക്ക് തന്നെയാണ്. അത് ചികിത്സിച്ചു മാറ്റാതെ ഈ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി ഇതൊന്നും ഇല്ല എന്ന് വരുത്തിക്കാൻ ശ്രമിച്ചാൽ അത് ഗുണമല്ലാവുന്നത് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനായിട്ടുള്ളൂ. ഇതിനെല്ലാം അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാനെന്ത് പറയാൻ? ഉഷ ഒരു സ്ത്രീയല്ലേ, അവർക്ക് സ്ത്രീയുടെ അവകാശങ്ങളൊന്നുമില്ലേ? ഉഷ മാത്രമല്ല, ഹർഷീന ആരാണ്? ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടവരെല്ലാം സഹോദരിമാരല്ലേ? നമുക്കൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ ആ കുറ്റത്തെ ഏതെങ്കിലും കാണിച്ച്, ജാതി കാണിച്ച്, ജെൻഡർ കാണിച്ച്, മറ്റെന്തെങ്കിലും കാർഡ് കാണിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, അബദ്ധം പറ്റിപ്പോയാൽ അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് സിസ്റ്റം നന്നാവുക. തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വഴുതി വീഴാനാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് എന്ത് പറയാൻ? അവരെ നന്നാക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. എന്തായാലും അവസാനം ജനങ്ങൾ നന്നാക്കാൻ തീരുമാനിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ.